റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ എണ്ണ കമ്പനികളാണ് പിന്മാറുന്നത്. ഇന്ത്യ-US വ്യാപാര കരാറിലെ സംയുക്ത പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ ഉറപ്പിന് പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 25% അധിക തീരുവ അമേരിക്ക പിൻവലിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അധിക തീരുവ പിൻവലിച്ച പ്രസ്താവന പുറത്തിറക്കിയത്. ഇന്ത്യ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് ഉറപ്പ് നൽകിയെന്നും പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങാൻ സമ്മതിച്ചതായും ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഇന്ത്യ-US വ്യാപാര കരാർ ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് വ്യക്തമാക്കി CPIM പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് വലിയ ഇളവുകൾ നൽകിയെന്നും ഈ ഇളവുകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയുണ്ടാക്കുമെന്നുമാണ് CPIM PB പ്രതികരിച്ചത്. ഇന്ത്യൻ നയങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയാണോ? അമേരിക്കയുടെ ഭീഷണിക്ക് കേന്ദ്രം വഴങ്ങിയത് അങ്ങേയറ്റം നിന്ദ്യമാണ്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ പാർലമെന്റിൽ വ്യക്തമാക്കണമെന്നും CPIM PB ചൂണ്ടിക്കാണിച്ചു. അതേസമയം വ്യാപാര കരാറിൽ പ്രതിഷേധവുമായി കർഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 12-ന് രാജ്യമൊട്ടാകെ പ്രതിഷേധിക്കുമെന്നാണ് സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ അറിയിച്ചത്. കരാർ ഇന്ത്യൻ കൃഷി മേഖലയെ കോർപ്പറേറ്റുകൾക്ക് വിട്ടു നൽകുന്നതിന് തുല്യമാണെന്നാണ് കാർഷിക സംഘടനകളുടെ ആരോപണം. കാലിത്തീറ്റ, സോയാബീൻ ഓയിൽ, പഴങ്ങൾ തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് ഇന്ത്യൻ കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നും ആരോപിച്ചു. കൃഷി, ക്ഷീരമേഖലകളെ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വാഗ്ദാനം നൽകി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കർഷകരെ വഞ്ചിച്ചുവെന്നും കർഷക സംഘടനകൾ പറഞ്ഞു. പ്രതിഷേധക്കാർ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ട്രേഡ് യൂണിയനുകൾ 12-ന് പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിനും കർഷക സംഘടനകൾ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. കരാർ യാഥാർത്ഥ്യമായതോടെ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുകയും ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും ചെയ്തു. തുണിത്തരങ്ങൾ, ചെരുപ്പ് തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ കുറയ്ക്കാനും ധാരണയുണ്ട്.